എങ്ങനെയാണ് കണ്ടന്റ് സ്ട്രാറ്റജി ഉണ്ട്, നിങ്ങൾ അതിലാണല്ലോ സ്പെഷ്യലിസ്റ്റ്. അതെ. എങ്ങനെയാണ് കണ്ടന്റ് സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം അത് പ്ലാൻ ചെയ്യുന്നത്? അത് പറയുന്ന സമയത്ത് കണ്ടന്റിനെ പറ്റി പല ആളുകൾക്കും പല ധാരണയുണ്ട്. പല ആളുകൾ ഈ പറഞ്ഞ പോലെ ട്രാഫിക് ജനറേഷൻ ആണ് പല ആളുകളുടെയും മെയിൻ സംഭവം. ട്രാഫിക് ജനറേറ്റ്, വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വിസിറ്റേഴ്സിനെ കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പേജുകൾ ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ആ പേജ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സെർച്ചുകളുള്ള കീവേഡുകൾ അന്വേഷിച്ച് പോവുക. ഇതൊക്കെയാണ് നോക്കുന്നത്. അതെ. ആരും നോക്കുന്നില്ല പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കീവേഡുകൾ പലരും നോക്കാറില്ല. ബിസിനസ് വാല്യൂ ഏത് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് വേണ്ടത് പിന്നെ സെർച്ച് വോളിയോ ട്രാഫിക്കോ ഒന്നുമല്ല. ഇ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സർവീസ് ബിസിനസ് ആയാലും നമുക്ക് വേണ്ട എന്താണ്? ഏത് ബിസിനസ് ആണെങ്കിലും നമുക്ക് വേണ്ട പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ട ബിസിനസ് വാല്യൂ ഉള്ള കീവേഡുകൾ, ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള ബിസിനസ് വാല്യൂ ഉള്ള കീവേഡുകൾ നോക്കുക. ഇനി ബ്ലോഗുകളാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ബ്ലോഗുകളാണോ എന്നുള്ളത്. വെറുതെ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല. കറക്റ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കോമൺ ഫിനോമിനെ പറ്റി ജസ്റ്റ് എഴുതുന്നു. എക്സാമ്പിൾ നമുക്ക് പലതും പറയാം. ഇപ്പൊ നമുക്കിപ്പോ ഉദാഹരണത്തിന് 10 ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞിട്ടേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസ് എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരാൾ ബ്ലോഗ് എഴുതുന്നു. ബ്ലോഗ് എഴുതി ഒരുപാട് ആളുകൾ വായിക്കുന്നു എന്ന് വിചാരിക്കാം. ആ വിചാരിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ? പകരം നമുക്ക് എഴുതാൻ പറ്റും ഹൗ ടു ബിക്കം എ ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് നമ്മളൊരു ബ്ലോഗ് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബിസിനസ് വാല്യൂ ഉണ്ട് അതിന്. ഇപ്പോഴും വന്നില്ലെങ്കിൽ പോലും ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും വരിക. അതെ. ഉദാഹരണത്തിന് ജസ്റ്റ് പറയാം, ഹാക്കിംഗ് സ്കിൽസ്. ഹാക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗ് ഒരാൾ എഴുതുന്നു. ഹാക്കിംഗ് സ്കിൽ എന്നുള്ള ബ്ലോഗ് ആരൊക്കെ അന്വേഷിക്കാം? പഴയ കാമുകിയുടെ ഫോൺ അടിച്ചു അല്ലെങ്കിൽ അവളുടെ വാട്സാപ്പ് പിന്നെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവൻ പോലും സെർച്ച് ചെയ്തിട്ട് ഈ ഹാക്കിംഗ് സ്കിൽ അന്വേഷിച്ചു വരും. അതെ. പക്ഷെ നമ്മളൊരു എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ബ്ലോഗാണ് ചെയ്യേണ്ടത്? ഹൗ ടു ബിക്കം എ എത്തിക്കൽ ഹാക്കർ. ഒന്നുകിൽ അങ്ങനെയുള്ള ബ്ലോഗ് ചെയ്യാം, ആ രീതിയിലേക്ക് പോവാം. പക്ഷെ പല ആളുകളും നോക്കുന്നത് ഈ ഹാക്കിംഗ് സ്കിൽ എന്ന് പറയുന്ന ഇതിന് സെർച്ച് വോളിയുണ്ട്. അപ്പൊ അതിന്റെ പുറകെ ട്രാഫിക് കൊണ്ടുവരും. അതെ, ലക്ഷം ട്രാഫിക് ഉണ്ടാവും. പക്ഷെ നമുക്ക് ബിസിനസ് വാല്യൂ ഇല്ല, ബിസിനസ്സും ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ, നമ്മൾ മിണ്ടാതിരിക്കുന്ന ഒരാളെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഊഹിച്ചെടുക്കാൻ പറ്റുമോ? കുറച്ച് കാര്യങ്ങൾ ഒന്ന് അയാളെ ഊമയാണെന്ന് ഊഹിക്കാം, അല്ലേ? കറക്റ്റ്. അത്രേ ഉള്ളൂ. അതുപോലെയാണ് ചില വെബ്സൈറ്റുകൾ, ഒന്നും പറയില്ല പുറത്തേക്ക്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ ഒരു മീഡിയമാണ്, ഒരു മീഡിയം. നമ്മൾ ഗൂഗിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, വെബ്സൈറ്റും ഗൂഗിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഗൂഗിൾ എന്ത് ചെയ്യുന്നു? വെബ്സൈറ്റിൽ നിന്നുള്ളത് എടുത്തിട്ട് നമുക്ക് ചേരുന്നു. അതെ. അപ്പൊ നമ്മൾ പറയാനുള്ളതെല്ലാം പറയണം. നമ്മൾ അറിയിച്ചാലേ ഗൂഗിൾ അറിയുള്ളൂ. അതെ. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നു, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളതെല്ലാം നമ്മൾ ആദ്യം തന്നെ പറയണം. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി, വെറുതെ വാരി വലിച്ച് പറയേണ്ട ആവശ്യമില്ല. കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ ഇപ്പോൾ ഈ അടുത്തായിട്ടുള്ള ഒരു കണ്ടുവരുന്ന ഒരു ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആൻസേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ ഉദാഹരണം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ വാട്ട് ഈസ് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ മസിൽസിനെ കുറിച്ചിട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മളുടെ എന്താ പറയുക എക്സസൈസിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി പ്രോട്ടീൻ പൗഡറിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് പ്രോട്ടീൻ പൗഡർ എന്താണ് എന്ന് ആദ്യം തന്നെ പറയാം. എനിക്ക് തോന്നുന്നു കസ്റ്റമർ ഇത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അറ്റൻഷൻ സ്പാൻ ഇല്ല. പെട്ടെന്ന് അറിയണം. റെസ്പോൺസീവ്നെസ്. ഉദാഹരണത്തിന് ഞാൻ ഷാനോട് ചോദിക്കുന്നു, കാലിക്കറ്റിലേക്കുള്ള വഴി ഏതാന്ന് ചോദിക്കുമ്പോൾ, കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് വാസ്കോഡ ഗാമ കപ്പൽ ഇറങ്ങിയത് കാപ്പാടാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് പല വഴി കാലിക്കറ്റ് പോവാം, പക്ഷെ ഞാൻ അപ്പോഴേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് എന്താ, കാലിക്കറ്റിലേക്കുള്ള വഴി ഏതാന്ന് എനിക്കൊരു വഴി കിട്ടിയാൽ മതി. ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് കാലിക്കറ്റ് നിങ്ങൾക്ക് 3 വഴിയിൽ പോവാം. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് നിങ്ങൾക്ക് ബൈ ട്രെയിൻ പോവാം, ബൈ ഫ്ലൈറ്റ് പോവാം. ഡയറക്റ്റ് ആൻസർ ആണ്. അതെ. അത് പറയാൻ നമുക്ക് എത്ര വാക്ക് വേണം? ചിലപ്പോൾ 3-4 വാക്ക് മതി. അതെ. ഗൂഗിൾ ഇത് കൃത്യമായിട്ട് നോക്കാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് 100 വാക്ക് വേണ്ടി വരും, 1000 വാക്ക് വേണ്ടി വരും, 10,000 വേർഡ്സ് വേണ്ടി വരും. ചില കാര്യങ്ങൾ പറയാൻ ഇൻഡെപ്തായിട്ട് വേണം. അതെ.